വില കുറയ്ക്കാതെ എങ്ങനെ കൂടുതൽ കസ്റ്റമേഴ്സിനെ ആകർഷിക്കാൻ പറ്റും? അത് പോസിബിൾ ആണ് ഇഫ് യു നോ ദിസ് ഫോർമുല. ആ ഫോർമുലയുടെ പേരാണ് കോസ്റ്റ്. നിങ്ങളുടെ പ്രൊഡക്റ്റിന് വില കൂടുതലാണ് എന്ന കാരണത്താൽ ഒരാൾ സാധനം വാങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ എന്താണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അതിനെല്ലാം ഓവർകം ചെയ്യാൻ കഴിയുന്നതാണ് ഈ കോസ്റ്റ് എന്ന ഫോർമുല. നിങ്ങളുടെ സെയിൽസ് സ്റ്റോറിയിൽ ഈ പറയുന്ന 4 കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാൽ മതി, നമുക്ക് വളരെ ഈസി ആയിട്ട് അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റും. അതിനകത്ത് ആദ്യത്തേത് സി അഥവാ ചാലഞ്ച്. വില കുറഞ്ഞ വഴികൾ തേടിപ്പോയി നിങ്ങളുടെ കസ്റ്റമേഴ്സിന് നേരിട്ട ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് കൃത്യമായിട്ട് ആ കഥയിൽ ഉൾപ്പെടുത്തുക. ദ നെക്സ്റ്റ് ഈസ് ദ ഔട്ട്കം. ശരിയായ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ, ശരിയായ തിരഞ്ഞെടുപ്പ് അവർ നടത്തിയപ്പോൾ അവർക്ക് കിട്ടിയ ഗുണങ്ങൾ എന്തെല്ലാമാണ്? സേവിങ്സ് എന്നുള്ളത് ദീർഘകാല അടിസ്ഥാനത്തിൽ അവർക്ക് കിട്ടിയിട്ടുള്ള ലാഭം എന്താണ്? ട്രാൻസ്ഫോർമേഷൻ എന്നത് ഇതിലൂടെ അവർക്ക് കിട്ടിയ ഒരു മാറ്റം അല്ലെങ്കിൽ ആ ഒരു ചേഞ്ച് അത് എന്താണ്? ഈ കോസ്റ്റ് എന്ന ഫോർമുല ഉപയോഗിച്ചിട്ട് തയ്യാറാക്കിയ ഒരു കഥ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഒരു എക്സാമ്പിൾ, ഒരു ഇന്റീരിയർ ഡിസൈനർ അദ്ദേഹം വന്ന് പറയുന്നതാണ്, സാറേ ഞാൻ എങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് വന്ന് കസ്റ്റമർ പറയും നിങ്ങൾ ചെയ്യുന്നതിനേക്കാളും കുറഞ്ഞ വിലയിൽ ചെയ്യാൻ വേറെ ആൾക്കാരുണ്ടല്ലോ, പിന്നെ അവിടെ കൊടുത്താൽ പോലെ. ഈ ഒരു ചോദ്യം വരുമ്പോഴത്തേക്ക് സാർ നമ്മളെപ്പോഴും തകർന്നു പോവുകയാണ് ചെയ്യുന്നത്, എനിക്ക് വേറെ ഒരു വഴിയില്ല, നമുക്ക് വില കുറച്ച് ചെയ്യാൻ നിർബന്ധിതരാകണമെന്നുള്ളത്. അപ്പോൾ അവർക്ക് കൊടുത്ത ഒരു ഫോർമുലയാണ് നമ്മളിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അവർ പ്രൈസ് പറയുന്നതിന് പകരം ഇതാണ് നമ്മുടെ ചാലഞ്ച് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി പറയാൻ പോകുന്നതാണ് ഔട്ട്കം. അവർ ഡിസൈനിനെ കുറിച്ച് പറയുന്നതിന് പകരം ആ പ്രൊജക്റ്റിനകത്ത് അവർ കൊടുത്തേക്കുന്ന ഒരു കരുതൽ, അവരുടെ കെയർ, അവരുടെ എക്സ്ട്രാ കെയർ, എങ്ങനെയാണ് ഈ ഒരു പ്രൊജക്റ്റിനകത്തും അവരുടെ മൊത്തം ഇമോഷൻസ്, അവരുടെ മൊത്തം വർക്ക്, അവരുടെ മൊത്തം സർവീസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്, എത്രത്തോളം സ്നേഹത്തോടെയാണ്, എത്രത്തോളം സമയമെടുത്താണ് ഈ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ അവരുടെ സ്റ്റോറീസിനകത്ത് ഉൾപ്പെടുത്താൻ തുടങ്ങി. ഡിസൈനും പ്രൈസിങ്ങും മാത്രമായിരുന്നു ഇതിനടുത്ത് വരുന്നത്. സോ ദിസ് ഈസ് ദ ഔട്ട്കം. അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയും ആ വർക്കിനോടുള്ള ഒരു ഇഷ്ടവും പാഷനും അത് ആ ടൈമിങ്ങിൽ തീർക്കുന്ന രീതികളും എല്ലാം കസ്റ്റമേഴ്സ് കണ്ടു തുടങ്ങിയതിന് ശേഷം പിന്നെ ഒരിക്കലും അദ്ദേഹത്തിന് വില കുറച്ച് വർക്ക് എടുക്കുന്നതിന് വേണ്ടിയിട്ട് പിറകെ ഓടേണ്ടി വന്നിട്ടില്ല. ഇങ്ങോട്ടേക്ക് അദ്ദേഹത്തിന് തേടിയ വർക്കുകൾ വരാൻ തുടങ്ങി. കാരണം ആൾക്കാർ പ്രൈസിനേക്കാൾ ഡിസൈനിനേക്കാൾ കൂടുതൽ വില കൽപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയ്ക്കും പിന്നെ പ്രൊജക്റ്റ് ഫിനിഷ് ചെയ്യുന്നതിലെ ക്വാളിറ്റിക്കുമായിരുന്നു. ഇന്ന് വില കുറയ്ക്കുമെന്ന് ചോദിക്കുന്ന ആളിൻ്റെ അടുത്ത് ക്വാളിറ്റിയിൽ ഞാൻ ഒരു കോംപ്രമൈസിനും തയ്യാറല്ല എന്ന് കണ്ണിൽ നോക്കി സംസാരിക്കാനുള്ള ധൈര്യം ഇപ്പോൾ അദ്ദേഹത്തിനുണ്ട്. കാരണം ഈ ട്രാൻസ്ഫോർമേഷൻ, തൻ്റെ ക്വാളിറ്റിയിൽ മാത്രം ശ്രദ്ധിക്കുന്നത് കൊണ്ടുണ്ടായ ഈ ട്രാൻസ്ഫോർമേഷനിൽ അദ്ദേഹത്തിന് പൂർണ്ണമായ വിശ്വാസമുണ്ട്. ഇത് കോസ്റ്റ് എന്ന അതിമനോഹരമായ ഒരു ഫോർമുല തയ്യാറാക്കിയ ഒരു ചെറിയ സ്റ്റോറിയാണ്. ഇങ്ങനെ നിങ്ങൾക്കും സ്റ്റോറീസ് ബിൽഡ് ചെയ്യാൻ പറ്റും വിത്ത് ദിസ് ഫോർമുലാസ്. ഇതുപോലത്തെ മറ്റ് ഫോർമുലാസ് നിങ്ങൾക്ക് അറിയണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ, അതിനകത്ത് പഠിക്കാൻ നിങ്ങൾ വളരെ സീരിയസ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സ്റ്റോറി പണ്ട് ഹബിൽ ജോയിൻ ചെയ്യുക. നമുക്ക് കൂടുതൽ സ്റ്റോറി ടെല്ലിംഗ് ടെക്നിക്സ് പഠിക്കാം.